യെസ് മക്കളെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. ഇതിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2/3 ആണ്. എപ്പോഴും മനസ്സിലാക്കി വെക്കുക, എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ഈ മുകളിലുള്ളത് എന്താണ്? വൈയിലെ ചേഞ്ച് ആണ്. താഴെയുള്ളത് എന്താണ്? എക്സിലെ ചേഞ്ച് ആണ്. ഇനി ഒരു പോയിന്റ് കാണാൻ പറഞ്ഞാലേ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. എക്സിന് കൂടെ എക്സ് കൂട്ടുക, വൈയുടെ കൂടെ വൈ കൂട്ടുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. പറഞ്ഞ 2ന്റെ കൂടെ ഏതാ ആഡ് ചെയ്യേണ്ടത്? 5 അല്ലേ? 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 അടുത്ത അല്ലേ? 4ന്റെ കൂടെ ഏതാ ആഡ് ചെയ്യേണ്ടത്? 2 6. ഇതിങ്ങനെ പോകുമ്പോ എവിടെയോ x11 വരുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കാണാനാണ്. സോ വീണ്ടും ആഡ് ചെയ്യണം. 5ന്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്യാം. എത്ര വരിക? 5ന്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്താൽ എത്ര വരിക? 8. 6ന്റെ കൂടെ y ആഡ് ചെയ്താൽ എന്താ വരിക? 2. ഇത് x ആണ്, ഇത് y ആണ്. ഒന്ന് പറഞ്ഞ 6ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ എന്താ വരിക? പറടാ. 8. ഇത് x ആണ്, ഇത് y ആണ്. വീണ്ടും എക്സിന്റെ കൂടെ എക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. 8 + 3 എത്രയാണ്? 11. കറസ്പോണ്ടിങ് y എന്താ വരിക? 8 + 2 എന്താ വരിക? 10. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 11 ആണെങ്കിൽ കറസ്പോണ്ടിങ് y എന്താണ്? What is y? 11. സോ ഇതിങ്ങനെ ചെറിയ നമ്പർ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. y എന്ന് പറയുന്നത് 10 ആണ്. ചെറിയ നമ്പർ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ വലിയ നമ്പർ വരികയാണെങ്കിൽ ചെയ്യാനുള്ളതും കൂടി അവിടെ നിന്ന് എഴുതി വെച്ചോളൂ. കാരണം അഥവാ വലിയ നമ്പർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇക്വേഷൻ ഓഫ് ലൈന് കണ്ടുപിടിച്ച് എക്സിന്റെ അവിടെ 11 കൊടുത്ത് കറസ്പോണ്ടിങ് y കാണണം. കണ്ടുപിടിച്ചോളൂ. ഇക്വേഷൻ ഓഫ് ലൈന് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ? എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ? m into x minus x1 is equal to y minus y1. m എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? m എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 2/3 അല്ലേ? x minus x1 എന്താണ് x1? എന്താണ് y1? x1 എന്നുള്ളത് 2 കൊടുക്കണം. y minus y1 എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? y1 എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 4 എന്ന് കൊടുക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഈ /3 അങ്ങോട്ട് പോകുമ്പോ എന്താ വരിക? /3 അങ്ങോട്ട് പോകുമ്പോ എന്താ വരിക? /3 അങ്ങോട്ട് പോകുമ്പോ എന്താ വരിക? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇനി ഇത്ര ചെയ്താൽ മതി. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇക്വേഷൻ ഓഫ് ലൈന് കാണാനും നല്ല ക്വസ്റ്റ്യൻ. ഇവിടെ y കൊടുത്താൽ x എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഞാനിതിന് y കൊടുക്കാൻ പോവുകയാണ്. y എന്ന സ്ഥലത്ത് അല്ല x ആണ് അല്ലെ തന്നിട്ടുള്ളത്? ഏതാ തന്നിട്ടുള്ളത്? ഓക്കെ, ഏതാ തന്നിട്ടുള്ളത്? x അല്ലെ 11 തന്നിട്ടുള്ളത്? x കാണുന്ന പ്ലേസിൽ 11 കൊടുക്കുകയാണ്. ഈ ഇക്വേഷനിൽ x കാണുന്ന പ്ലേസിൽ 11 കൊടുക്കുകയാണ്. കൊടുത്തു നോക്കൂ. x കാണുന്ന പ്ലേസിൽ ഒന്ന് 11 കൊടുത്തു നോക്കൂ. 2 into 11 minus 2 equal to 3y minus 12 ആണോ? മനസ്സിലായില്ലേ? ഇവിടെ എന്താ വരിക? 2 into 9 എത്ര? 11 minus 2 എന്ന് പറഞ്ഞാൽ 9. 2 into 9 18. ഇതെന്താ ചെയ്യുന്നത്? മനസ്സിലായില്ലല്ലോ. ഇത് 10 വരും. ഹലോ 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 ഇവിടെ നോക്ക്. ഇത് 9 വരും. 2 into 9 എന്ന് പറഞ്ഞാൽ 18. 2 into 9 എന്ന് പറഞ്ഞാൽ 18. ഇവിടെ എങ്ങനെ +12 വന്നത്? ഇവിടെ എങ്ങനെ +12 വന്നത്? ഇത് ഇങ്ങോട്ട് വന്നതാണ്. സോ ഇനി നിങ്ങൾക്ക് കാണാം 3y = 18ഉം 12ഉം ആഡ് ചെയ്താൽ എത്ര? 18ഉം 12ഉം ആഡ് ചെയ്താൽ എത്ര? 30. ഇതെന്ന് y കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. What is y? What is y? 13/3. What is 13/3? 10. വലിയ നമ്പറുകൾ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഓഫ് ലൈൻ ഞാൻ കംപ്ലീറ്റ് എഴുതാന്നത്? ഇക്വേഷൻ ഓഫ് ലൈൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാത്തിന് വെറുതെ ചെയ്ത് സമയം കളയണ്ട.
എന്നിട്ട് ചിലപ്പോൾ കുറെ ചെയ്തിട്ട് അത് തെറ്റും ചെയ്യും. അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ സ്റ്റാർട്ടിങ് മാത്രം ചെയ്തു വെച്ചാൽ മതി. ക്ലിയർ ആണോ? ഇത് ഒരു പ്രാവശ്യം കൂടി ചെയ്തു നോക്കുക.